ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിൽ അതിശക്തമായ രക്തരൂക്ഷിതമായ പോരാട്ടം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടുകൂടെ ലബനാനിലെ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലും വെടിനിർത്തൽ ഉണ്ടായിരുന്നുവെങ്കിലും എന്നാൽ അത് അതിശക്തമായി ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഹിസ്ബുള്ള ഇസ്രായേലിന്റെ ഖുറിയാത്ത് സമൂന അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട അതിർത്തി സിറ്റികൾക്ക് നേരെ ശക്തമായ മിസൈൽ ആക്രമണം നടത്തുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ഇസ്രായേൽ വളരെ പ്രധാനപ്പെട്ട ഖൽഅ ഷഖീഫ എന്നറിയപ്പെടുന്ന ഒരു പഴയ കോട്ട, അത് വലിയൊരു മലമുകളിലാണ് ഉള്ളത്. ആ മലമുകൾ കീഴടക്കിയെന്ന വാർത്ത വരുന്നു. ഇതൊരു സ്ട്രാറ്റജിക് ഏരിയ ആണ്. ഇത് ഹിസ്ബുള്ളയിൽ നിന്നും വരുന്ന ആക്രമണങ്ങളിൽ ഇസ്രായേലുള്ള സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നതിൽ നിന്നും തടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള തന്ത്രപ്രധാനമായ മേഖലയാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ മേഖല പിടിച്ചെടുക്കുമ്പോഴും അതിശക്തമായ ആക്രമണങ്ങൾ, പ്രത്യാക്രമണങ്ങൾ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുകയാണ്. ഇന്ന് ഇസ്രായേലിന്റെ ഒരു ബറ്റാലിയൻ കമാൻഡർ അടക്കം 5-ലധികം സൈനികർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ചിലതെല്ലാം അതീവ ഗുരുതരമായ സാഹചര്യത്തിലാണ് എന്നാണ് ഇസ്രായേലിന്റെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും FPV ഡ്രോണുകളും അതുപോലെ തന്നെ മിസൈലുകളും ഉപയോഗിച്ച് ഹിസ്ബുള്ള അതിശക്തമായ ആക്രമണം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങൾ തുടരുന്നു. അതേസമയം FPV ഡ്രോൺ കൊണ്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ ഓരോ ടാങ്കുകളെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. അതുപോലെ ഇസ്രായേലിന്റെ സൈനികരെ അതിവേഗത്തിൽ ഏത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കും എത്തിക്കാൻ ഉപയോഗിക്കുന്ന സൈനിക കവചിത വാഹനങ്ങൾക്ക് നേരെയും ഡ്രോൺ ആക്രമണങ്ങൾ FPV ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നു. ഇസ്രായേലിന്റെ സൈനികർക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്ന വിധം FPV ഡ്രോണുകളുടെ ആക്രമണം ഹിസ്ബുള്ള ശക്തമാക്കിയിരിക്കുകയാണ്. എന്തായിരുന്നാലും വീണ്ടും യുദ്ധത്തിലേക്ക് തന്നെയാണ് ഹിസ്ബുള്ളയും ഇസ്രായേലും കടക്കുന്നത്. എന്നാൽ ഹിസ്ബുള്ളക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലെങ്കിൽ അത് ഇറാൻ ഒരു വെടിനിർത്തൽ ലംഘിക്കലായി പരിഗണിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഉണ്ടാകുന്നത് അത് വീണ്ടും ഒരു ഇസ്രായേൽ ഇറാൻ ആക്രമണത്തിൽ തന്നെ കലാശിക്കും എന്നാണ് ബോധ്യപ്പെടുന്നത്.